എടാ മോനെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ജിമ്മിൽ കയറാൻ പാടില്ലെന്ന്. അച്ഛാ പ്ലീസ്. അല്ല, എനിക്ക് ജിമ്മിൽ അറിയില്ലെങ്കിൽ എനിക്ക് ഈ ചെടിയൊരു മസിലില്ലേ. ഓ ഓ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ഇത്തിരി നേരം പുറകിക്ക് നിൽക്കടാ. അയ്യോ ഗായ്സ്, നമ്മളച്ഛൻ ചീത്ത പറഞ്ഞു ഗായ്സ്. ഷേ എന്തായാലും ഗായ്സ്, നമുക്ക് ഇത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് കാണാം. എടാ അച്ഛാ, ഞാൻ പോവാട്ടെന്ന്. ഓടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ ജോലിക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടിയിൽ കയറാം. ഓ, ഇന്ന് ഞാൻ മോന് സർപ്രൈസ് കൊടുക്കും ഗൈസ്. അതെന്താണ് ഗൈസ്, നമ്മളിന്ന് മോനിന്ന് ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നു ഗൈസ്. അവൻ കുറേ വർഷമായി ഈ ട്രക്കിൽ നടക്കുന്നു ഗൈസ്. ഇന്ന് നമ്മൾ അവന് വേണ്ടി ഇന്ന് നമ്മളൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും ഗൈസ്. കുറച്ച് കേട്ടെ, അവൻ വരുമ്പോൾ ഒരു 4 മണിയാവും ഗൈസ്. നമുക്ക് 4 മണി വരെ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ്, ഇനി വണ്ടിയിൽ കയറാമല്ലോ ഗൈസ്. ഓക്കെ, വണ്ടിയിൽ കയറാം ഗൈസ്. നമ്മുടെ ജോലി സ്ഥലം അടുത്താണ് ഗൈസ്. അത്ര അടുത്തല്ല, ഈ സിറ്റിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് പോവാമല്ലോ ഗൈസ്. നമുക്കിന്നത്തെ ജോലി വേറെ ഒന്നുമല്ല. മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ഒരു വണ്ടി കൊണ്ടുപോകാനുണ്ട് ഗൈസ്. ആ വണ്ടി നമുക്ക് എവിടുന്ന് ഒന്ന് പോപ്പണ്ണു പിള്ളേ, കുറേ നേരമായി. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അത് എയർപോർട്ടിൽ നിന്നാണ് ഒരു കാറ് നമുക്ക് പാർസൽ കൊടുക്കാനാണ് ഗൈസ്. നമുക്ക് ഏത് കാറാണെന്നൊന്നും അറിയില്ല. ഓക്കെ ഗൈസ്, ഈ ഒരു വണ്ടിയാണ് നമുക്ക് പാർസൽ ചെയ്യേണ്ടത്. എൻ്റെ മോനെ, സീം വണ്ടി ഗൈസ്. ഓ, ഇവർക്കൊക്കെ കാശുണ്ട് ഗൈസ്. നമ്മുടെ ഒരു ജെട്ടി പോലും ഇടാനില്ല ആ തമാശക്ക് പറഞ്ഞാണ് ഗൈസ്. നമ്മൾ കീറിയാട്ട അവസരം ഇട്ടാൻ നടക്കണ പിന്നെയല്ലേ. ഓ, നമുക്കിനി വണ്ടിയിൽ കയറ്റാം. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടിയിൽ കയറ്റിണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് പോവാല്ലേ ഗൈസ്. പിന്നെ നമ്മളെ അനിയനുണ്ട്, അതായത് എൻ്റെ അനിയൻ. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, നമ്മൾ അന്ന് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യെസ് ഗൈസ്, ഈ പൊട്ടനി ഗൈസ് ഈ ഒരു വീട്ടിലാണ്. ഈ ഒരു വീട് നമ്മുടെ ഗസ്റ്റ് ഹൗസാണ്. അത് നമ്മൾ വിറ്റതാണ് ഗൈസ്. കുഴപ്പമില്ല, ഈ വീടായിരുന്നു നല്ലത് ഗൈസ്. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ചേട്ടായി ചേട്ടായി ചേട്ടായി. ഓക്കെ ഓക്കെ സാറേ, ഏതേട്ടാ. ഓ, നീ നല്ല ഇൻ്റലിജൻ്റ് ആണോ. നിനക്ക് ശമ്പളം എത്രയാടാ? ചേട്ടാ 2000 രൂപ. 2000. ഓക്കെ ഓക്കെ, എന്നാ ഗായ്സ്, അങ്ങനെ നമുക്ക് 2000 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് അടുത്ത ട്രിപ്പിക്ക് പോവാം. ഓക്കെ, അടുത്ത ട്രിപ്പിക്ക് പോവാം ഗായ്സ് നമുക്ക്. ഓക്കെ ഓക്കെ, നമ്മൾ റിവേഴ്സ് എടുത്ത സൗണ്ടാണ്. ഓക്കെ, നമുക്ക് നേരെ പോവാല്ലേ. ടിങ് 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 ടിങ്. ഇപ്പോൾ വണ്ടി ഇടിച്ചാണ് ഗൈസ്. ഇതാരാ? നമ്മുടെ കൂട്ടുകാരനാണ് ഗൈസ്, തോമസ്. അവിടെ തോമസ് സുഖമില്ലടാ. അപ്പോൾ ഗൈസ്, തോമസ് ബാംഗ്ലൂരാണ് ഗൈസ്. അപ്പോൾ തോമസ് ഇവിടെ ഇല്ല. അപ്പോൾ എടാ തോമസേ, സുഖമല്ലേടാ? ഓടോ, സുഖം സുഖം. എടാ, നിനക്കെന്താടോ ജോലി ഉണ്ടെന്ന്? ആടാ, ജോലി ഉണ്ട് ഗൈസ്. അപ്പോൾ എടാ, ഒരു കണ്ടീഷൻ ഉണ്ട്. നീ ജോലി ചെയ്യണ്ടല്ലോ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. നിൻ്റെ അച്ഛനുണ്ട് അവിടെ. ആ, അച്ഛൻ വീട്ടിലിരിപ്പുണ്ട്. ആണോ? ഓക്കേടാ, അപ്പോൾ ശരി. ഞാൻ ഇന്നൊരു വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കേടാ ഗായ്സ്. അങ്ങനെ അവൻ കട്ടാക്കിയിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഗൈസ്. അടുത്തത് നമുക്ക് നമ്മുടെ ഷോറൂമിൽ നിന്ന് ഒരു ബൈക്ക് കൊണ്ടുപോകാനാണ്. അത് നമ്മുടെ വീട്ടിലേക്കല്ലോ. നമ്മളങ്ങനെ ബൈക്കൊന്നും മനസ്സില്ല കേട്ടോ. നമുക്കടിഞ്ഞ കാശില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അല്ല, ഷോറൂം ഇവിടെയാണ്. അല്ലല്ല, ഷോറൂമിൻ്റെ വഴി പോയി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു വഴി അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അവിടെ പുതിയ സിറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അവിടെയാണ് നമ്മുടെ
കൂട്ടാനൊക്കെ ഇല്ല. പക്ഷെ അവരിപ്പോൾ അവിടെ ഇല്ല ഗൈസ്. പക്ഷെ അവരിപ്പോൾ ഉണ്ടാവും ഗൈസ്. എനിക്കറിയില്ല അവരെ കുറിച്ചൊന്നും. ഓക്കെ, നമ്മൾ ഷോറൂമിലേക്ക് പോണ വഴി ഇവിടെയാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ ഷോറൂമിൻ്റെ വഴി. പക്ഷെ അത്ര എനിക്ക് മാപ്പിൽ ഗൈസ്. അയ്യോ, ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലല്ലേ? അല്ല, എയർപോർട്ടിൻ്റെ ബാക്കിലാണ് എയർപോർട്ട് ഗൈസ്. ഓ, അവിടെ നിന്നാണ് ഗൈസ്. വേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ വഴി വന്ന് അവിടെ നിന്ന് തിരിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ റോഡൊക്കെ കളറടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് പോവാല്ലേ? എന്നാലും ആർക്കാണ് ബൈക്ക്? നമ്മുടെ വീടിൻ്റെ അവിടെയാണ് ലൊക്കേഷൻ ഗൈസ്. പക്ഷേ പോലീസ് ഗൈസ്, എനിക്കൊരു കൺഫ്യൂഷൻ ആണ് ഗൈസ്. എന്ത് ചെയ്യുന്നു? ഓ, ഷോറൂം അവിടെയാണ് ഗൈസ്. ഗൈസ്, നമുക്ക് നേരെ ഷോറൂമിൻ്റെ അവിടേക്ക് പോവാം. അവിടെ ഓണർ ഉണ്ടാവോ ഗൈസ്? അവിടെയാണ് നമ്മുടെ ആർമി സ്ഥലം. അവിടെ നമ്മളെ ഗേറ്റില്ല ഗൈസ്. അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എയർപോർട്ടല്ല, നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഓണറിനെ വിളിക്കട്ടെ. ഗൈസ്, അങ്ങനെ നമുക്ക് ബൈക്ക് ഇതാണ് ഗൈസ്. സൂക്ഷിച്ചുകൊണ്ട് പോകണം കേട്ടോ. ഓക്കെ സാറേ. മോണിക്ക ഗൈസ്, നമ്മൾ പാട്ട് പാടോട്ടെ ഗൈസ്. മോണിക്ക ഗൈസ്, ഇത് കയറ്റാൻ പറ്റുമോ നമുക്ക്? നല്ല വെയിറ്റുള്ള സംഭവം. നല്ല ബൈക്ക് ഗൈസ്. നമുക്ക് ഇങ്ങനത്തെ ബൈക്ക് കിട്ടണമായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഗൈസ്. അപ്പം നമുക്ക് വണ്ടി കയറ്റാം. ഗൈസ്, നമുക്ക് വണ്ടിയിൽ കയറാം. നമ്മൾ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ വഴിയാണ് പോകേണ്ടത് ഗൈസ്. നമ്മുടെ വീട്ടിൻ്റെ വഴി നമുക്ക് അറിയാലോ ഗൈസ്, അല്ലടാ? പിന്നെ സിമ്പിളല്ലേ? അതെ ഗൈസ്, ഈ ഡോറിനെന്താ പ്രശ്നം പറ്റിയിട്ടാ? ഡോറ് തന്നെ അഴിഞ്ഞു വരെ നമ്മളെ പുറത്തേക്കല്ലേ? എൻ്റെ പൊന്നു ഗൈസ്, എന്താണ്? ഇങ്ങനെ ആക്കുമ്പോ തുറക്കണേ സ്പീഡിൽ പോവാം ഗൈസ്. പൊളിയേക്കത്താമോച്ചി ഗൈസ്. നമ്മൾ പാട്ടുകളൊക്കെ പാടും ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ. അയ്യോ അമ്മേ അച്ചിപ്പല, അയ്യോ അടുത്തവേ കാത്തോളണേ, ബ്രേക്കില്ലേ മാറിക്കണോ എൻ്റെ പൊന്നോ. ഇന്ന് ഞാൻ മിക്കമാറ് പിടിക്കും ഗൈസ്. നമ്മുടെ വീടിൻ്റെ ലൊക്കേഷനെ കാണിക്കണേ ഗൈസ്. അയ്യോ പൊന്നു കടത്താവേ ഗൈസ്. വണ്ടിക്കൊന്നും പറ്റില്ല, കുഴപ്പമില്ലോ. നമ്മളൊരു ഡോറ് പീസായി പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇത് വീട്ടിലേക്കാണോ ഗൈസ്? എനിക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ പ്രതീക്ഷയില്ല. അച്ഛനാണോ എനിക്കറിയില്ല. അച്ഛനെന്നാ ഓർഡർ ചെയ്തേ ബൈക്ക്? എന്തോട് മോനെ? പോരോ. ഓക്കെ അച്ഛാ. എന്തോ മോനെ? അച്ഛാ, ഈ ബൈക്ക് ഇങ്ങനെ ഈ ലൊക്കേഷനിലെത്തിയേ? മോനെ, നിനക്ക് സർപ്രൈസ് വന്നതേ ഈ ഒരു ബൈക്ക്. അച്ഛാ താങ്ക് യു. അച്ഛാ താങ്ക് യു. ഓക്കെ മോനെ, സൂപ്പർ. നീ വണ്ടി ഒന്ന് ഓടിച്ചടാ മോനെ. ഓക്കെ അച്ഛാ. ഗൈസ്, സൗണ്ടൊക്കെ ഉണ്ട്. നമുക്കൊരു പാട്ട് വയ്ക്കാം. മോണിക്ക ലവ് യു, മോണിക്ക ലവ് യു, മോണിക്ക ലവ് യു, മോണിക്ക ലവ് യു, ലവ് യു, മോണിക്ക. ഗൈസ്, ഈ ബൈക്കാണ്. ഇത് നമുക്ക് പാട്ടൊക്കെ വയ്ക്കാൻ പറ്റും. ലൈറ്റൊന്നും ഇല്ലേ ഗൈസ്? നമുക്ക് രാത്രി വരെ ഓടിച്ച് നടക്കാം, എന്നാലേ നന്നാവുള്ളൂ. നമുക്ക് വലിയ ബൈക്ക് ഡ്രൈവർ ആവണം. സ്കിഡ് കണ്ട ഗൈസ് നമ്മുടെ?
യെസ് ചങ്ങാതിമാരെ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാതെ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യട്ടാ. അപ്പോൾ ബെല്ലൈക്കൺ കൂടി സെറ്റ് ചെയ്യുക അല്ലാണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തോമസിനെ കൊണ്ടുവരാൻ പോവാ ഗൈസ്. തോമസ് എയർപോർട്ടിൽ വരുന്നുണ്ട്. അയ്യോ, എയർപോർട്ട് നമ്മളവിടെ അല്ലേ, നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.